ഹായ് കൂട്ടുകാരി, ഇപ്പോൾ നമ്മളിതാ പാല് കറക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പശു ഇതാ വെയിലത്ത് കിടക്കുന്നുണ്ട്. ഉള്ള ആഴ്ചന് ഉള്ളിൽ കെട്ടണം കേട്ടോ. ഇത് ഫുൾ വളമൊക്കെ ഇട്ടിട്ടൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇതാ കാക്ക കുത്തിക്കൊണ്ടിട്ടതാട്ടോ. ഇത് കുഞ്ഞുവിന് എല്ലാം പശുവിന് അകിട് വെക്കാൻ വന്ന സമയത്ത് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളതായിരുന്നു കേട്ടോ. അത് വേണ്ടതാണ്. ഇതിൻ്റെ മുകളിൽ വെച്ചതാണ് അത്. നമുക്ക് ആദ്യം മേറ്റിടാം. മേറ്റ് ഇട്ടതിന് ശേഷം അവളെ കൊണ്ടുവരാം കേട്ടോ. അല്ലെങ്കിൽ അന്ന് മേറ്റ് കൊണ്ടിട്ട് അവൾ ഭയങ്കര പേടിച്ചു പോയി. കുഞ്ഞിനെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ വാഴയിലേക്ക് തിന്നിട്ട് കിടക്കുകയാണ്. അപ്പുറത്തെ വാഴ മുറിച്ചപ്പോൾ ഒരു വാഴയില കൊണ്ടാണ് അമ്മ പശു നിൽക്കണണ്ട. നമുക്ക് മേറ്റ് ആദ്യം ഇടാം കേട്ടോ. അപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉറക്കത്തിലാണ്. ചിലപ്പോൾ 2:30 മുമ്പ് കറക്റ്റ് ഉറക്കം വരും. നമുക്ക് മേറ്റ് മൂവ് ചെയ്ത് കൊടുക്കാം. മേറ്റ് സെറ്റാക്കണം. അവൾക്ക് ഭയങ്കര പേടിയാണ് 3 മേറ്റ്. അതെന്താ അമ്മോ, അവൾക്ക് മേറ്റ് ഭയങ്കര പേടിയാണ്. എന്തിനാ പേടിക്കുന്നത് അവൾക്ക് തന്നെ അറിയുള്ളൂ. മേറ്റ് സെറ്റാക്കി എൻ്റെ അമ്മൂനെ കണ്ടപ്പോൾ എണീറ്റൊക്കെ ഉണ്ട് കേട്ടതാ. അവർക്കുള്ള പുല്ലാണ് വേണ്ട. അവർക്കുള്ള പുല്ലൊക്കെ സെറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. 2 ചക്കിൽ പുല്ലുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വയറൊക്കെ നിറച്ചിട്ട് കിടക്കുന്നുണ്ട്. നമ്മുടെ കുഞ്ഞു പശു അത്രയൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കുള്ള അയച്ചുള്ളിൽ. അങ്ങനെ നമ്മളിത് അമ്മു പശുവിനെ അയച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. ഞാൻ ക്യാമറ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാട്ടോ വീഡിയോ എടുക്കുന്നത്. വീഡിയോ എടുത്താൽ ആരും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ എടുക്കണമല്ലോ. അപ്പോൾ ഞാൻ എന്താ പശുവിനെ കെട്ടിയിട്ടിട്ട് എന്താ വളമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അവൾ പിന്നെ നിർത്തിയാൽ പുറത്തൊന്നും ഇടില്ല. ഉള്ളിൽ കയറിയത് അപ്പം തന്നെ വളം ഊട്ടിയൊക്കെ ഉണ്ടാ. അപ്പോൾ നമ്മൾ വളമൊക്കെ വാരിക്കൊണ്ട് കൊട്ടി. നമ്മുടെ വളമൊക്കെ ഓൾമോസ്റ്റ് അവിടെ നിറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആവശ്യക്കാർക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ്. അങ്ങനെ നമുക്കിനി കുഞ്ഞു പശുവിനെ അഴിച്ചു കൊണ്ടുവന്ന് പാല് കുടിപ്പിക്കണം. അതിൻ്റെ മുമ്പ് നമ്മൾ അമ്മ പശുവിന് കുറച്ച് വൈക്കോലും പുല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അവൾ നിന്ന് ഇതെല്ലാം ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് കുഞ്ഞു പശുവിനെ പാലൊക്കെ കുടിപ്പിച്ചിട്ട് അവളെ വലിക്കുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അവൾ വരികയില്ല, ബലം പിടിച്ച് നിൽക്കും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വൈക്കോലും പുല്ലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നാലേ നമ്മുടെ അമ്മ പശു സഹകരിച്ച് നിൽക്കുകയുള്ളൂ കേട്ടോ പാല് കറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിതാ അകിടിൽ വെള്ളമൊക്കെ ഒഴിച്ച് തുടച്ച് എണ്ണയും ഇതൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്തിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ വൈക്കോലൊക്കെ ഇങ്ങോട്ട് ഇട്ടപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്താ പാല് കറക്കുന്നുണ്ട്. നമ്മൾ മെല്ലെ ചെയ്യുന്നെങ്കിലും വീഡിയോയിൽ കുറച്ച് ഫാസ്റ്റായിട്ടാട്ടോ ഇടുന്നത്. കാരണം നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള കാറ്റത്തുള്ള ഇല വറക്കുന്നത് കണ്ടാൽ തന്നെ മനസ്സിലാവും കേട്ടോ. അപ്പം ഞാൻ 2 കാമ്പ് കൈ കൊണ്ട് തന്നെ ഒറ്റ തവണ തന്നെ കറന്നെടുക്കും. എന്നിട്ട് കൊണ്ടൊഴിക്കും. അങ്ങനെയാണ്. എന്നിട്ട് ഈ ഒരു സൈഡ് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡ് കറക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അമ്മു കണ്ടിട്ടില്ലേ, നമ്മുടെ എത്ര ദിവസം അവൾ ഇങ്ങനെ പാല് ചവിട്ടിയിട്ട് തെറിച്ച് പോയിരിക്കണമെന്ന് കണ്ടിട്ടില്ലേ. അത് പേടിച്ചിട്ട് ഞാൻ എപ്പോഴും 2 കാമ്പ് ഇങ്ങനെ സ്പീഡിൽ കറന്നിട്ട് ആ പാല് കൊണ്ട് ഒഴിച്ചിട്ട് അപ്പുറത്തെ സൈഡ് കറക്കുള്ളൂ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചവിട്ടി തെറിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആകെ പണി കിട്ടുമല്ലോ. ഉള്ള പാലും കൂടെ പോയി കഴിഞ്ഞാൽ സങ്കടമാകുമല്ലോ. അപ്പോൾ അതാ നമ്മൾ കുട്ടിപ്പശുവിന് വീണ്ടും അയച്ചു വിടുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് പാല് കുറവ് തരുന്ന പശുവാണെന്നുണ്ടെങ്കിൽ പാല് കൂടാനും, അതുപോലെ ഇപ്പോൾ സൊസൈറ്റിയിലൊക്കെ കൊടുക്കുമ്പോൾ പാലിൻ്റെ കൊഴുപ്പ് നിങ്ങൾക്ക് കുറവാണെങ്കിൽ കൊഴുപ്പ് കൂട്ടാനുമുള്ള ഐഡിയ ഒക്കെ നമുക്കറിയാം കേട്ടോ. അപ്പോൾ അത് വേണ്ടവർ കമൻറ്റ് ചെയ്യുക. നമ്മളപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അപ്പൂത എണീറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ പശുവിൻ്റെ പാലൊക്കെ കൊണ്ട് സൊസൈറ്റി കൊണ്ട് കൊടുത്ത് വന്ന് നമ്മളിതാ പോത്തുകളിനെയൊക്കെ അഴിച്ചു വിടാനായിട്ടാണ്. 2 ദിവസം അഴിച്ചു വിട്ടിട്ടില്ല അപ്പോൾ ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മളിതാ പോത്തിനെയൊക്കെ അഴിച്ചു വിടുകയാണ്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ വീഡിയോ. കുഞ്ഞു പശു അമ്മു പശുവൊക്കെ തൊഴുത്തിൻ്റെ പുറത്ത് നമ്മൾ കെട്ടിയിട്ട് പുല്ലും വൈക്കോലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈവനിങ് പശുവിനെ കെട്ടിയിട്ടതിന് ശേഷം പോത്തിനെ അഴിച്ചു വിടുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.